അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ ചത്ത കോഴി ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തിനോട് വരാൻ പറഞ്ഞിട്ട് അവൾ വരാമെന്ന് എന്നോട് 10 മിനിറ്റിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ ഇപ്പം എത്തുമെന്ന്. ഇപ്പം ഞാൻ അവളെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. ഇതുവരെ അവൾക്ക് 10 മിനിറ്റ് ആയില്ല, അവൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സൺലൈറ്റൊക്കെ കണ്ട് കുറച്ച് സൺ കിസ്സൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ടൗൺ ആയതുകൊണ്ട് നല്ല കുറച്ച് മലകളും കാര്യങ്ങളും കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആരും ഒളിഞ്ഞ് നോക്കുന്നു. ഞാനവിടെ ദേഷ്യപ്പെട്ടിരിക്കുക അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ വന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് അവൾ താമസിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഉടുപ്പിൻ്റെ വള്ളിയൊക്കെ കെട്ടി സെറ്റാക്കി. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ആ വണ്ടി എടുത്ത് ഞങ്ങളങ്ങ് പറഞ്ഞ്. ഞങ്ങൾ പിന്നെ കുറച്ച് കൊതിഞ്ഞുണി നാട്ടുകാർ അതൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു സംശയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സ്ഥിരം സ്പോട്ട്, സ്ഥിരം സീറ്റ് ഒക്കെ തന്നെ ഷാർജയൊക്കെ കുടിച്ച് അങ്ങനെ ഇവിടെ കുറച്ച് തമാശ ബിഡായികളൊക്കെ അടിച്ച് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന കടയിലൊക്കെ കയറി. അങ്ങനെ അവളെന്തോ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവളോട് റിയാക്ഷൻ ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് എങ്ങോട്ട് പോകണം തീരുമാനം. ഞങ്ങൾക്ക് വേറെ എവിടെ ഉണ്ടായിരുന്നില്ല. വണ്ടി എടുത്തു നേരെ ഞങ്ങൾ ഏതോ എവിടെ ഇരുന്നതെന്നൊന്നും അറിയത്തില്ല, ഏതോ ഒരു പട്ടിക്കാട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് പട്ടിക്കാടാന്ന് എനിക്കറിയില്ല, അവർക്കും അറിയത്തില്ല. പക്ഷേ ഏതോ ഒരു പട്ടിക്കാട്ടിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വഴിയൊന്നും അറിയില്ല, തീരുന്ന വരെ പോകാമെന്നായിരുന്നു ഞങ്ങൾ വിചാരം. പക്ഷേ ഗായ്സ്, ഇതാണ് ഞങ്ങളെ നെറ്റിച്ചത്. സംഭവം സെറ്റാണ്. ഒരു മല പോലത്തെ സംഭവമാണ്. പക്ഷേ കയറി വന്നപ്പോൾ സംഭവം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കാടും മലകളും ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല ഇറക്കാണ്. അപ്പം ഞാൻ അവളോട് പറയണം, അവളെ നോക്കണ്ട, താഴേക്കെങ്ങാനും ഒരെണ്ണം മടിച്ച് വീണാൽ തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.